നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് നെറ്റ്വർക്ക്. ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലാദ്യം നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴി സെറ്റ് ഓഫ് ഡിവൈസസിനെ കണക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ഡിവൈസിനെയും നമ്മൾ നോഡ് എന്നാണ് പറയുക. ഓക്കെ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴി ഒരുപാട് ഡിവൈസസിനെ കണക്ട് ചെയ്ത് വയ്ക്കുക. എന്തിനാണ് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിൽ ഓരോ ഡിവൈസിനെയും നമ്മൾ ഓരോ നോഡ് എന്നാണ് പറയുക. നോഡെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആവാം, പ്രിൻ്റർ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസ് ആവാം. അതായത് ഒരു നോഡിൽ നിന്ന്, ആ ഒരു നെറ്റ്വർക്കിലെ ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ക്യാപ്പബിലിറ്റി ഉള്ള ഏതൊരു ഡിവൈസിനെയും നമ്മൾ എന്തു പറയും? നോഡെന്ന് പറയും. ഓക്കെ, അതായത് ചിലപ്പോൾ നെറ്റ്വർക്കിനകത്ത് തന്നെയുള്ള ഏതെങ്കിലും നോഡ് ജനറേറ്റ് ചെയ്ത ഒരു ഡാറ്റ ആയിരിക്കാം, അത് മറ്റൊരു ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസ് റിസീവ് ചെയ്യുക. അതിനെ നമുക്ക് എന്ത് പറയാം? നോഡെന്ന് പറയാം. ഓക്കെ, ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ്. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ മിക്ക നെറ്റ്വർക്ക്സും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യാണ്. അതായത് ഒരു വലിയ കമ്പ്യൂട്ടർ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് പകരം, അതായത് ഒരു പ്രോസസ്സിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഒരു സിംഗിൾ മെഷീൻ എടുക്കുന്നതിന് പകരം എന്ത് ചെയ്യാണ്? ആ ഒരു പ്രോസസ്സിനെ ഡിഫറെൻറ്റ് ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് ആ ഒരു പ്രോസസ്സിനെ ഹാൻഡിൽ ചെയ്യണം. ഡിഫറെൻറ്റ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അതായത് ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യാണ്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിനിടയിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിവൈസസിനിടയിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നോഡ്സിനിടയിൽ എന്ത് ചെയ്യാണ്? ഒരു പ്രോസസ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ദെൻ നെറ്റ്വർക്ക് ക്രൈറ്റീരിയ, അതായത് ഒരു നെറ്റ്വർക്കിന് അത്യാവശ്യം വേണ്ട ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അതേതൊക്കെയാണ്? 3 ക്രൈറ്റീരിയാസാണ് മെയിനായിട്ടുള്ളത്. 1 പെർഫോമൻസ്, 2 റിലയബിലിറ്റി, 3 സെക്യൂരിറ്റി. പെർഫോമൻസ് ഒന്നാമത്തേത്. പെർഫോമൻസ് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ മെഷർ ചെയ്യാൻ സാധിക്കും. അത് കൂടുതലായിട്ട് നോക്കാറ് ട്രാൻസിറ്റ് ടൈമും റെസ്പോൺസ് ടൈമും എങ്ങനെയാണെന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ട്രാവൽ ചെയ്തിട്ട് വേറൊരു ഡിവൈസിലേക്ക് എത്താനെടുക്കുന്ന ടൈം. ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് മെസ്സേജ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു ഡിവൈസിലേക്ക് എത്താൻ ആ മെസ്സേജ് എത്ര ടൈം എടുക്കുന്നു, അതിനെയാണ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ രീതിയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ എലാപ്സ്ഡ് ടൈമാണ്. അതായത് ഒരു എൻക്വയറി വന്ന്, അല്ലെങ്കിൽ ഒരു മെസ്സേജിന് വേണ്ടിയിട്ടുള്ള ഒരു എൻക്വയറി, അല്ലെങ്കിൽ ഒരു ഡാറ്റയ്ക്ക് വേണ്ടിയുള്ള ഒരു എൻക്വയറി വന്നിട്ട് ആ എൻക്വയറിക്ക് ഒരു റെസ്പോൺസ് കിട്ടാൻ എടുക്കുന്ന ടൈം ബിറ്റ്വീൻ എൻക്വയറി ആൻഡ് റെസ്പോൺസ്, അതാണ് എന്ത്? റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, അതായത് ഒരു റെസ്പോൺസ് കിട്ടാൻ എടുക്കുന്ന ടൈം. അപ്പോൾ ട്രാൻസിറ്റ് ടൈമും റെസ്പോൺസ് ടൈമും ആയി. ദെൻ രണ്ടാമത്തെ ക്രൈറ്റീരിയയാണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഡെലിവറി നടത്തുമ്പോൾ, മെസ്സേജ് ഡെലിവർ ചെയ്യുമ്പോൾ അതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നത് കൂടാതെ നെറ്റ്വർക്കിൻ്റെ റിലയബിലിറ്റിയും കൂടെ മെഷർ ചെയ്യണം. ഓക്കെ, ഡെലിവറി ചെയ്യുമ്പോൾ അത് ആക്യുറേറ്റ് ആയിട്ടുള്ള മെസ്സേജാണോ, ആക്യുറേറ്റ് ഡെലിവറി നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത് കൂടാതെ നമ്മൾ നെറ്റ്വർക്ക് റിലയബിൾ ആണോ എന്നുകൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ റിലയബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫെയിലർ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഓഫ് ഫെയിലർ, അതാണ് അവിടെ മെഷർ ചെയ്യുന്നത്, റിലയബിൾ ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഫ്രീക്വൻസി ഓഫ് ഫെയിലർ എന്ന് പറയുമ്പോൾ ഫെയിലർ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനിടയിൽ എന്ത് ചെയ്യാണ്?
എന്തെങ്കിലും ഒരു ഫെയിലർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു, അതാണെന്ത് ഫ്രീക്വൻസി ഓഫ് ഫെയിലർ എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ റിലയബിൾ ആണോ അല്ലേ, നെറ്റ്വർക്ക് റിലയബിൾ ആണോ അല്ലേ എന്ന് നോക്കുന്നത്. അതുകൂടാതെ നെറ്റ്വർക്ക് റോബസ്റ്റ് ആണോ എന്നും കൂടി നോക്കും. അത് രണ്ടും നോക്കിയാണ് എന്ത് തീരുമാനിക്കുന്നത്, നെറ്റ്വർക്ക് റിലയബിൾ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് ക്രൈറ്റീരിയ ആണ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്ന് ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് മെയിനായിട്ട് സെക്യൂരിറ്റിയിൽ വരുന്നത്. അതുകൂടാതെ ഡാമേജ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഡാമേജ് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഒരു ഒറിജിനൽ ഡാറ്റയെ സെൻഡ് ചെയ്യുന്ന വഴിക്ക് ആ ഒരു പാത്ത് വേൻ്റെ ഇടയ്ക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും അതിന് മോഡിഫിക്കേഷൻസ് വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്തിന്, ബ്രീച്ചസ് ആൻഡ് ഡാറ്റ ലോസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു സെക്യൂരിറ്റിയാണ് അല്ലേ. അതായത് എന്തെങ്കിലും ഡാറ്റ ലോസോ അല്ലെങ്കിൽ ബ്രീച്ചസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വയ്ക്കുക. അത്രയും കാര്യങ്ങളാണ് സെക്യൂരിറ്റിയിൽ വരുന്നത്. ഒന്ന്, അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്ന് ഡാറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ ഉപയോഗിക്കാൻ അർഹതയില്ലാത്ത ഒരാൾ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് അൺഓതറൈസ്ഡ് ആക്സസ്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ എന്തെങ്കിലും ഡാമേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് വന്നാൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. ദെൻ ഡാറ്റ ലോസോ ഡാറ്റ ബ്രീച്ചസോ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വയ്ക്കുക. അതാണ് സെക്യൂരിറ്റിയിൽ വരുന്നത്. അങ്ങനെ 3 ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്: പെർഫോമൻസ്, റിലയബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. ദെൻ ഫിസിക്കൽ സ്ട്രക്ചർ, നെറ്റ്വർക്കിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ, അതിൽ വരുന്നതാണ് ടൈപ്പ് ഓഫ് കണക്ഷൻ. നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ലിങ്ക് വഴി 2 or more ഡിവൈസസിനെ കണക്ട് ചെയ്ത് വെക്കുകയാണ് അല്ലേ. അതായത് നോഡുകളായിട്ട് ഡിഫറെൻറ്റ് ഡിവൈസസിനെ കണക്ട് ചെയ്ത് വെക്കുകയാണ് ഒരു ലിങ്ക് വഴി ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലിങ്ക്? ലിങ്ക് വഴിയാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലേ. അപ്പോൾ ലിങ്ക് എന്താണ്? ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എന്തോ ഒരു മെസ്സേജ് പാസ് ചെയ്യുക, അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേ ആണ് എന്ത്, ലിങ്ക് എന്ന് പറയുന്നത്. ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് നെറ്റ്വർക്ക് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതുകൂടാതെ ലിങ്കിന് നമുക്ക് മറ്റൊരു ഡെഫിനേഷൻ കൂടി പറയാം. 2 പോയിൻറ്റ്സിനിടയിൽ വരുന്ന അല്ലെങ്കിൽ 2 പോയിൻറ്റ്സിനിടയിൽ വരച്ചിട്ടുള്ള ഒരു ലൈനാണ് ലിങ്ക് എന്ന് പറയുന്നത്. അങ്ങനെയും നമുക്ക് പറയാം അല്ലേ. അപ്പോൾ 2 പോയിൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 നോഡ് അല്ലെങ്കിൽ 2 ഡിവൈസ്, 2 കമ്പ്യൂട്ടർ ആവാം അല്ലേ. ആ 2 കമ്പ്യൂട്ടറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ ലിങ്കാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ പാത്വേ അല്ലേ. ദെൻ ഫോർ കമ്മ്യൂണിക്കേഷൻ ടു ഒക്കർ, കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ 2 ഡിവൈസസിനെ സെയിം ടൈമിൽ ഒരു ചില രീതികളിൽ എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്ത് വെക്കണം. സെയിം ലിങ്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് വെക്കണം. എന്നാലേ ആ 2 ഡിവൈസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ടൈപ്പ് ഓഫ് കണക്ഷനിൽ 2 രീതികളാണ് വരുന്നത്: പോയിൻ്റ് ടു പോയിൻറ്റും മൾട്ടി പോയിൻറ്റും. പോയിൻ്റ് ടു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു പോയിൻറ്റിലേക്ക്. പോയിൻ്റ് ടു പോയിൻ്റ്, ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു പോയിൻറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക്. അങ്ങനെ മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ലിങ്ക് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് 2 ഡിവൈസസിന് വേണ്ടി മാത്രമായിട്ട് ഒരു ലിങ്ക് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ലിങ്ക് ഉപയോഗിച്ച് ആ 2 ഡിവൈസിന് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി ഒന്നിനും ആ ലിങ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. ആ ലിങ്കിൻ്റെ മൊത്തം കപ്പാസിറ്റി റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ 2 ഡിവൈസിനിടയിൽ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടി മാത്രമാണ്. അതാണ് പോയിൻ്റ് ടു പോയിൻ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മിക്ക പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷൻസും യൂസ് ചെയ്യുന്നത് വയർ, കേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് 2 എൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നാൽ അത് കൂടാതെ മറ്റ് ഓപ്ഷൻസും ഉണ്ട്. അതാണ് മൈക്രോവേവ്, സാറ്റലൈറ്റ് ലിങ്കൊക്കെ, അതൊക്കെ പോസിബിളാണ്.
അതൊക്കെയും എന്താണ്, ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്വേ ആണ്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ ടെലിവിഷൻ ചാനൽ നമ്മൾ റിമോട്ട് കൺട്രോൾ വെച്ച് ചേഞ്ച് ചെയ്യൂലേ. നമ്മൾ ചെയറിലിരുന്ന് റിമോട്ട് കയ്യിൽ പിടിച്ച് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടി വിയിലെ ചാനൽ മാറുന്നു. അതെങ്ങനെയാണ് നടക്കുന്നത്? ആ റിമോട്ടിനും ടി വിക്കും ഇടയിൽ ഒരു ലിങ്ക് ഉണ്ടല്ലേ. ആ ലിങ്കാണ് എന്ത്? ഇൻഫ്രാറെഡ് വേവ്. ആ ഇൻഫ്രാറെഡ് വേവ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. റിമോട്ടിൽ ഒരു നമ്പർ പ്രസ് ചെയ്താൽ ടി വിയിലെ ചാനൽ മാറുന്നു. എന്തുകൊണ്ടാണ്? റിമോട്ടിനും ടി വിക്കും ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അതിൽ നിന്ന് ഒരു ഇൻഫ്രാറെഡ് വേവ് ആണ് പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻഫ്രാറെഡ് വേവ് ആണ് അവിടെ എന്ത്? ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത് സാറ്റലൈറ്റ് ലിങ്കും മൈക്രോവേവ് ലിങ്കും ഒക്കെ പോസിബിളാണ് എന്ന്. അപ്പോൾ അതാണ് അതിനൊരു എക്സാമ്പിൾ. ദെൻ രണ്ടാമത്തെ ടൈപ്പ് കണക്ഷനാണ് മൾട്ടി പോയിൻ്റ് കണക്ഷൻ. അതിനെ മൾട്ടി ഡ്രോപ്പ് കണക്ഷൻ എന്നും പറയും. അതിൽ പറയുന്നത് ഒരു സിംഗിൾ ലിങ്ക് രണ്ട് സ്പെസിഫിക് ഡിവൈസസ് ഷെയർ ചെയ്യാണ്. വൺ ഇൻ വിച്ച് മോർ ദാൻ ടു സ്പെസിഫിക് ഡിവൈസസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ട് ഡിവൈസ് ഒരു ലിങ്ക് യൂസ് ചെയ്യണം അല്ലേ. ഇവിടെ ഒരു ലിങ്ക് തന്നെ 2 or more ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് ആണ്, മൾട്ടി പോയിൻ്റ് എന്നല്ലേ പറയുന്നത്. അപ്പം മൾട്ടിപ്പിൾ പോയിൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മൾട്ടിപ്പിൾ ഡിവൈസസ് ആണ് ഒരു ലിങ്ക് യൂസ് ചെയ്യുന്നത്. ആ ലിങ്ക് അവിടെ ഷെയർ ചെയ്യപ്പെടുകയാണ്. ആ ഡിവൈസസിനെല്ലാം കൂടെ ആ ലിങ്ക് ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു മൾട്ടി പോയിൻ്റ് എൻവയോൺമെൻറ്റിൽ ചാനലിൻ്റെ കപ്പാസിറ്റി എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യപ്പെടുകയാണ്. അത് രണ്ട് രീതിയിൽ ഷെയർ ചെയ്യപ്പെടാം. ഒന്നുകിൽ സ്പേഷ്യലായിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടും ഷെയർ ചെയ്യപ്പെടാം. സ്പേഷ്യലി ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്പേഷ്യലി ഷെയർഡ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ആ ഒരു ലിങ്കിനെ സൈമൾട്ടേനിയസ് ആയിട്ട് സെവറൽ ഡിവൈസസ് യൂസ് ചെയ്യുക. അതായത് സെയിം ടൈമിൽ ആ ലിങ്കിനെ എത്ര ഡിവൈസ് ഉണ്ടോ ആ ഡിവൈസ് എല്ലാം സെയിം ടൈമിൽ ആ ലിങ്കിനെ ഷെയർ ചെയ്യുന്നതിനെയാണ് സ്പേഷ്യലി ഷെയർഡ് കണക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ടെമ്പററി ആയിട്ട് ചെയ്യുന്നത്. അതിനെയാണ് ടൈം ഷെയർഡ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് യൂസർ ഓരോ ടേൺ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഡിവൈസ് ഒരു 5 മിനിറ്റ് യൂസ് ചെയ്തു ആ ലിങ്ക്. അത് കഴിഞ്ഞ് മറ്റൊരാളുടെ ഡിവൈസ് 5 മിനിറ്റ് ആ ഒരു ലിങ്ക് യൂസ് ചെയ്തു. ദെൻ അടുത്ത ഡിവൈസ് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ യൂസേഴ്സ് ഓരോ ടേൺ എടുത്തിട്ട് ലിങ്ക് യൂസ് ചെയ്യുന്നതിനെയാണ് ടൈം ഷെയർഡ് കണക്ഷൻ എന്ന് പറയുന്നത്. കാരണം അത്രയും ഡിവൈസസ് ആ ലിങ്ക് എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് മൾട്ടി പോയിൻ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഓക്കെ.